യോസഫ് ആദ്യം 2 സ്വപ്നങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാണുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിനിടയിൽ യോസഫിനൊരു ഗിഫ്റ്റ് ലഭിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു ഗിഫ്റ്റ് ലഭിച്ചു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു വഴിത്തിരിവിനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം, നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ വേണ്ടി ഒരു വഴിത്തിരിവിനെ കൊണ്ടുവരുവാൻ തക്കവണ്ണമായിട്ട് ആ ഗിഫ്റ്റിനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. യോസഫിൽ അത് സംഭവിച്ചു. യോസഫിൽ സ്വപ്നവ്യാഖ്യാനം എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പാനപാത്രവാഹകനും അപ്പക്കാരനും അവർ വന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ, അവരുടെ സ്വപ്നം പങ്കുവച്ച സന്ദർഭത്തിൽ അതിനെ മനോഹരമായി വ്യാഖ്യാനിക്കുകയുണ്ടായി. വ്യാഖ്യാനിച്ചു എങ്കിലും 8ാമതായിട്ട് യോസഫ് അദ്ദേഹത്തെക്കുറിച്ച് ഈ പാനപാത്രവാഹകൻ മറന്നുപോയി. ഹി വാസ് ഫോർഗോട്ടൺ. ജോസഫിനെ കുറിച്ച് പാനപാത്രവാഹകൻ മറന്നുപോയി. നമ്മളെ ഓർക്കേണ്ട പലരും നമ്മളെ ഓർക്കത്തില്ല, അവരങ്ങ് മറന്നുപോകും. അവർ മറന്നു പോകുന്നതിൻ്റെ കാരണവും അതും നല്ലതാണ്. ഇദ്ദേഹം പോയ അന്ന് തന്നെ ഈ രാജാവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നില്ല. ഒരു പ്രത്യേക സമയത്ത് പരിശുദ്ധാത്മാവ് ഓർക്കേണ്ട സമയത്ത് പരിശുദ്ധാത്മാവ് ഈ പാനപാത്രവാഹകനെ കൊണ്ട് യോസഫിനെ കുറിച്ചുള്ള ആ ഓർമ്മ മടക്കിക്കൊണ്ടുവരികയുണ്ടായി. രാജാവ് സ്വപ്നം കണ്ട് രാജാവിന് അതിന് വ്യാഖ്യാനമില്ലാതെ വന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരാൽ ഫൊർഗോട്ടൺ, അവർ നിങ്ങളെ മറന്നുകളയും. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യേണ്ടവർ, നിങ്ങളിൽ നിന്നൊരു നന്മ പ്രാപിച്ച് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യേണ്ടവർ, അവർ നിങ്ങളെ മറന്നുപോയാലും കർത്താവിൽ തന്നെ ആശ്രയിക്കുക. നിങ്ങളുടെ സമയം വരും. ഈ തടവറയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. അത്ഭുതകരമായിട്ട് നിങ്ങൾ പുറത്തു വരും.